ഇറാന്റെ ഏറ്റവും കരുത്തുറ്റതും രഹസ്യാത്മകവുമായ ഭൂഗർഭ മിസൈൽ നഗരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സൈനിക കേന്ദ്രം. പേർഷ്യൻ കടലിടുക്കിലെ ഏറ്റവും വലിയ ദ്വീപായ ഖേഷം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന്റെ പ്രവേശന കവാടത്തിലുള്ള ഒരു ദ്വീപാണ്. മാത്രമല്ല, ഈ ദ്വീപിന് മറ്റൊരു പ്രത്യേകത പശ്ചിമേഷ്യയിലെ ശക്തി പ്രകടനങ്ങളുടെ ഏറ്റവും പുതിയ കേന്ദ്രബിന്ദുവാണ് എന്നതാണ്. ഈ ഖേഷം ദ്വീപിന്റെ ഉപരിതലത്തിന് താഴെ കിലോമീറ്ററുകളോളം നീളുന്ന മിസൈൽ സിറ്റികളാണ് ഇറാന് സ്വന്തമായുള്ളത്. അതിനുള്ളിൽ വലിയ തുരങ്കങ്ങളുണ്ട്. അത്യാധുനിക മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങളും ഇറാൻ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവയെ മിസൈൽ സിറ്റികൾ എന്നാണ് സൈനിക വൃത്തങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ശത്രുരാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങൾക്കോ ഡ്രോണുകൾക്കോ പെട്ടെന്നൊന്നും കണ്ടെത്താൻ സാധിക്കില്ല. അതുപോലെ മലനിരകൾക്കും ഉപ്പുപാറകൾക്കും ഉള്ളിലാണ് ഈ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. കടലിടുക്കിൽ കൂടി കടന്നു പോകുന്ന ഏതൊരു കപ്പലിലേക്കും മിസൈൽ ഇറാൻ തൊടുത്തുവിടുന്നത് ഇവിടെ പതിയിരുന്നാണ്. സൈനിക പ്രാധാന്യം മാത്രമല്ല, സഞ്ചാരികളെ വിസ്മയിപ്പിക്കുന്ന മനോഹരമായൊരു ഭൂപ്രകൃതിയും ഖേഷമിനുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായി കാറ്റും മഴയും ചേർന്ന് പാറകളിൽ തീർത്ത മനോഹരമായ രൂപങ്ങളുണ്ട്. അതാണ് വാലി ഓഫ് സ്റ്റാർസ്. നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണുണ്ടായതാണ് ഈ താഴ്വര എന്നാണ് പ്രാദേശികമായി കരുതിപ്പോരുന്ന ഒരു വിശ്വാസം. കൂടാതെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഉപ്പുഗുഹ നബ്നാൻ ഈ ദ്വീപിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പ്രകൃതിയും യുദ്ധസജ്ജീകരണങ്ങളും ഇത്രയേറെ ഇഴചേർന്ന ഒരു പ്രദേശം ലോകത്ത് മറ്റൊരിടത്തുണ്ടോ എന്നത് സംശയം. ഏകദേശം 1.5 ലക്ഷത്തോളം വരുന്ന ദ്വീപ് നിവാസികൾ ഇന്ന് കടുത്ത ആശങ്കയിലാണ്. തലമുറകളായി മത്സ്യബന്ധനവും വ്യാപാരവും നടത്തി ജീവിച്ചു വന്നിരുന്ന ഇവരുടെ ജീവിതം ഇസ്രയേൽ ഇറാൻ സംഘർഷത്തോടെ വഴിമുട്ടി. ദ്വീപിലെ ഏക ശുദ്ധജല പ്ലാന്റിന് നേരെ വ്യോമാക്രമണം നടന്നത് സാധാരണക്കാരുടെ ജീവിതം ഭയാനകമാക്കി. സൈനിക താവളങ്ങൾക്കരികിലാണ് ഇവർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ പരമ്പരാഗത ഗ്രാമങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്ന ഭയം ഇല്ലാതെയില്ല. പുരാതന കാലം മുതൽ ഖേഷം ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടകളുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ ചെന്നാൽ കാണാമത്രേ. എന്നാൽ ഇന്ന് പഴയകാല പായ്ക്കപ്പലുകൾക്ക് പകരം ഈ തീരങ്ങളിൽ മിസൈൽ ബോട്ടുകളും ഡ്രോണുകളുമാണ് ആധിപത്യം പുലർത്തുന്നത് എന്ന ഒരു വ്യത്യാസം മാത്രം. ചരിത്രപരമായ പൈതൃകവും ആധുനിക യുദ്ധതന്ത്രങ്ങളും തമ്മിലുള്ള ഈ പോരാട്ടം ഖേഷമിനെ പശ്ചിമേഷ്യയിലെ ഏറ്റവും അപകടകരമായ മുനമ്പായി മാറ്റിയിരിക്കുന്നു. പേർഷ്യൻ ഗൾഫിലെ കപ്പലുകൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന ബങ്കറിംഗ് വ്യവസായത്തിൽ ഇറാൻ കൈവരിച്ച മേധാവിത്വവും ഖേഷം ദ്വീപിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. നേരത്തെ ഫ്യുജൈറ കേന്ദ്രീകരിച്ചിരുന്ന ഈ $1 ബില്യൺ ബിസിനസ് ഇപ്പോൾ ഇറാന്റെ കൈകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഖേഷം ദ്വീപിന് സമീപമുള്ള സെൽഖ് ബങ്കറിംഗ് ടെർമിനൽ വഴി പ്രതിമാസം 50,000 ടൺ ഇന്ധനമാണ് ഇറാൻ വിതരണം ചെയ്യുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും കുറഞ്ഞ നിരക്കിൽ ഇന്ധനം നൽകി ആഗോള കപ്പൽ ഗതാഗത മേഖലയിൽ നിർണായക സ്വാധീനം ചെലുത്താൻ ഇറാൻ ഇതിലൂടെ സാധിക്കുന്നു. ഏറ്റവും ഇടുങ്ങിയ ഭാഗത്ത് ഹോർമുസിന് 33 കിലോമീറ്ററാണ് വീതി. എന്നാൽ ഇവിടുത്തെ കപ്പൽ പാത 2 മുതൽ 3 വരെ കിലോമീറ്റർ വീതിയിലാണുള്ളത്. ഇടുങ്ങിയ പാതയാണെങ്കിലും 60 മീറ്റർ വീതിയുള്ള സൂപ്പർ ടാങ്കറുകൾക്ക് സുഖമായി സഞ്ചരിക്കാവുന്നത്ര ആഴം ഈ മേഖലയ്ക്കുണ്ട്. ആഗോളതലത്തിൽ കയറ്റുമതി ചെയ്യപ്പെടുന്ന എണ്ണയുടെ 1/5 ഭാഗം ഈ ഇടനാഴിയിലൂടെയാണ് പോകുന്നത്. 90 മൈലാണ് കടലിടുക്കിന്റെ നീളം. കടലിടുക്കിൽ ഹോർമുസ്, ലാറ, ഖേഷം തുടങ്ങിയ ദ്വീപുകളുമുണ്ട്. ഇവയിൽ പലതും ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ശേഷിക്കുന്നവയാവട്ടെ കാലങ്ങളായി UAE-യുമായി ഭരണാധികാര തർക്കത്തിൽപ്പെട്ട് കിടക്കുന്നവയും. രാജ്യാന്തര വിപണിയിലുള്ള പ്രാധാന്യം മാത്രമല്ല, ഹോർമുസ് കടലിടുക്ക് ഒരു പാരിസ്ഥിതിക ലാബോറട്ടറി കൂടിയാണെന്ന് പറയാം. ഇവിടുത്തെ സമുദ്രജലത്തിലെ ലവണനില ആഗോള ശരാശരിയേക്കാൾ പലപ്പോഴും ഉയർന്നു നിൽക്കാറുണ്ട്. ഇത് സമുദ്രജീവികളുടെ നിലനിൽപ്പ് ബുദ്ധിമുട്ടിലാക്കും. താപനിലയിലെ ഭീകരമായ വ്യതിയാനമാണ് മറ്റൊരു വെല്ലുവിളി. ശൈത്യകാലത്ത് 12 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്ന താപനില വേനൽക്കാലം എത്തുന്നതോടെ 36 ഡിഗ്രിയാകും. ഈ സങ്കീർണമായ വ്യതിയാനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് സമുദ്രജീവികൾ അധിവസിക്കുന്ന മേഖലയായതിനാൽ സമുദ്രജീവി ശാസ്ത്രജ്ഞരും പരിസ്ഥിതി പ്രേമികളും ഏറെ പ്രാധാന്യത്തോടെയാണ് ഹോർമുസ് കടലിടുക്കിനെ കാണുന്നത്. എന്തായാലും നിഗൂഢതകൾ ഒളിപ്പിച്ചു വെച്ച ഒരിടം തന്നെയാണ് ഇറാന്റെ ഹോർമുസ് കടലിടുക്ക്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.